കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം മെർസിഡീസ് ബെൻസിൻ്റെ ഇ സീരീസാണ്. E250 ആണ് ഈ ഒരു വാഹനം. അപ്പോൾ E250 അവൻഗാർഡാണ്. മാത്രമല്ല ഇതിന് റിയറിൽ എൻ്റർടൈൻമെൻറ്റ് ആ ഒരു പോർഷൻ സെപ്പറേറ്റഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ കൂടി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണണം. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് നമുക്ക് പോയേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ബെൻസാണ്. അപ്പോൾ ബെൻസിൻ്റെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ഇത് 2013 ആ ഒരു ഇയറിൽ ഇറങ്ങിയേക്കണ വാഹനമാണ്. അതേപോലെ തന്നെ ബെൻസിൻ്റെ ഇത് നമ്മൾ സീരീസ് നോക്കുകയാണെങ്കിൽ ഇ സീരീസ് 250, അതേപോലെ തന്നെ അവൻഗാർഡാണത്. അപ്പോൾ അവൻഗാർഡ് വാഹനങ്ങളുടെ പ്രത്യേകം നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ എക്സ്റ്റീരിയേഴ്സും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനമാണ്. ഒറിജിനൽ കേരളയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചാണ്. ഒരു ഡീസൻറ്റ് നീറ്റ് വണ്ടിയാണ്. പിന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒന്നും ഈ വാഹനം ഓടിയിട്ടില്ല. അതിൻ്റെ കിലോമീറ്റർ എത്രയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെൻസാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് അതുപോലെ എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കേട്ടോ, വാഹനം നോക്കാം. നല്ല നീറ്റായിരുന്നു കിടക്കുന്ന ആ ഒരു E250 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഇതിൻ്റെ വീലാർസിലേക്ക് പോകാം. വീലാർസ് നീറ്റായിട്ടുണ്ടെങ്കിൽ വീലാർസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കൂടെ കാണാം. അതേപോലെ നമുക്ക് പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ബോണറ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡെൻഡോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് മെർസിഡീസിൻ്റെ ലോഗോ വരുന്നുണ്ട്. ലാമ്പ് നോക്കാം. ലാമ്പായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്കൂടെ കാണാം. അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷനും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ലാമ്പ് നോക്കാം. ഈ ലാമ്പും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. താഴെ നമുക്കിവിടെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ കാണാം. ബമ്പേഴ്സും സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വീലാർസ് നോക്കാം. വീലാർസും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. 17 ഇഞ്ച് ടയേഴ്സാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ആ ഒരു അലോയ്സ് കാണാം. പക്ഷേ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അലോയ്സിലുണ്ട്. ഇവിടെ നമുക്ക് ഈ ഫോക്കസ് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ താഴേക്ക് വരുമ്പോൾ ലിഡ് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്യുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ സൈഡ് പോർഷൻ നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് വീലാർസ് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. 2 ഡോറിലേക്ക് വരാം. 2 ഡോറും ഇവിടെ കണ്ടീഷനായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സാണിത്. 4 പവർ വിൻഡോസും ഓറിയം കൺട്രോളും സീറ്റ് മെമ്മറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ട നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിഡിൽ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 77,000 കിലോമീറ്റേഴ്സ് അറൗണ്ടാണ് വാഹനം ഓടിയേക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിൽ എൻ്റർടൈൻമെൻറ്റ് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. റൂഫിൽ നമുക്കിവിടെ സൺ റൂഫും കാര്യങ്ങളെല്ലാം ആഡായിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ടോ ഈ ലാമ്പോണായിട്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു വാഹനം. ഇനി നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്കൊന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയാം എൻ്റർടൈൻമെൻറ്റ് ക്യാബിൻ, എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ നമുക്കിവിടെ എക്സ്ട്രാ റിയർ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് 2 ഡിസ്പ്ലേ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇയർഫോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് പ്ലഗ് ചെയ്തിട്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ എയർ ബാഗ് എല്ലാം നമുക്കിവിടെ പില്ലേഴ്സിൽ വന്നിട്ടുണ്ട്. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ സീറ്റ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളുണ്ട്. റിയർ AC വെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇവിടെ റിയർ ഭാഗത്ത് നമുക്കിവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ AC വെൻ്റ് ഇവിടെ പില്ലേഴ്സിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിൽ ഇവിടെയുണ്ട്, മിഡിലും ഉണ്ട്, പില്ലേഴ്സിലും AC വെൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് എക്സിറ്റ് അടിയാം. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ
എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു എൻജിൻ ഭാഗം. വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. വളരെ നീറ്റായിട്ടിരിക്കുന്നു. ഫുള്ള് കവർ ചെയ്തൊക്കെയാണ്. അതിൻ്റെ പേരിൽ നമുക്ക് കാര്യമായിട്ടിവിടെ കാണിക്കാനൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കിയേക്കാം. ആണോ, വളരെ നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ ഇതിൻ്റെ ലിഡ് നോക്കിയേക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ്. ഒരു രീതിയിലുള്ളൊരു ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലിഡിൻ്റെ ഭാഗത്തൂടെ കിട്ടുന്നില്ല. റൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കണത്. ലോങ് പ്രസ് ചെയ്യണം. ഓക്കെ, ഈ കാണുന്നതാണ് ഈ ഒരു ബെൻസിൻ്റെ ബൂട്ട് സ്പേസ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സ്പേഷ്യസ് ആണ്. യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കൂടെ അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ ലിഡിലേക്കൊന്ന് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ്. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ലിഡിൽ കിട്ടുന്നില്ല. ലോവർ പോർഷൻ നോക്കിയാലും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോമിൽ നപ്പിയിട്ട് ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കിക്കാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ടയറിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ ടൂൾസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കിയേക്കാം. ഇവിടെ നമുക്കൊരു ബാറ്ററിയുടെ ആ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും ആ എൻ്റർടൈൻമെൻറ്റ് പോർഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്തെങ്കിലും സംശയങ്ങളോ ഡീറ്റെയിൽസോ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. മെട്രോ പില്ലർ നമ്പർ 150യുടെ നേരെ ഓപ്പോസിറ്റ് മോട്ടോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ ഈ ഒരു വാഹനം മാത്രമല്ല ഒട്ടനവധി വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം, എല്ലാ വാഹനങ്ങളും നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാം, അഡ്വാൻസ് ചെയ്യാം, വണ്ടി എടുത്തിട്ട് പോകാം. പിന്നെ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് ചെയ്തു തരും. നമുക്കിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22 lakhs ആണ്. 22 lakhs. അത് സ്ലൈറ്റ് നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പറിനകത്തേക്ക് വിളിക്കാം. വീഡിയോയുടെ നേരെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.